Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുട്ട റോസ്റ്റ് മസാലപ്പൊടികളൊന്നും ചേർക്കാതെ പച്ചമസാലയിൽ വേവിച്ചെടുത്ത മുട്ട റോസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് 10 വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി ഒന്ന് ചെറുതായി അരിഞ്ഞിടുക. പിന്നെ ഒരു 10 പച്ചമുളക്. 10 നിങ്ങൾ ചെറിയ പച്ചമുളകാണ് എടുക്കുകയാണെങ്കിൽ ഒരു 12 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് രണ്ടായിട്ടൊന്ന് ഒടിച്ച് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടും. ഇത് ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. സവാളക്ക് പകരം ഉള്ളിയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഈ ഒരു പാകത്തിന് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അരഞ്ഞു പോകരുത്, ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമസാല ചേർത്ത് കൊടുക്കാം. സവാളയേക്കാളും കൂടുതൽ ഉള്ളി ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളത്. ഉള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ 1/4 കിലോ ഉള്ളി ചേർക്കേണ്ടതാണ്. അത്രയും ഉള്ളി തൊലി കളയാനുള്ള മടി കൊണ്ടാണ് സവാള ചേർത്തത്. ഉള്ളിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനി പച്ചമസാല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ മസാല ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്, നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിനയില കൂടെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ വേറെ മഞ്ഞൾപ്പൊടിയോ ഗരം മസാലയോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു പച്ചമസാലയിലാണ് നമ്മൾ മുട്ട റോസ്റ്റ് ചെയ്യുന്നത്. മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ മസാലയൊക്കെ ഒരുവിധം തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്രേവി ആയി കിട്ടാൻ വേണ്ടി 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കണം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട 2ആയിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. മുട്ട സ്ലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. മസാല ഒന്ന് ജസ്റ്റ് എഗ് സ്ലൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു തരി മസാല പോലും ചേർക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മുട്ട റോസ്റ്റാണ്. ഒരു വെറൈറ്റി എഗ് റോസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പുതിയ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.